വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ ആകാശ വിസ്മയങ്ങൾ അല്ലെങ്കിൽ വാണ്ടേഴ്സ് ഓഫ് സ്കൈ കേട്ടോ. അപ്പോൾ അതിൻ്റെ 1ാമത്തെ പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. 1ാമത്തെ പാർട്ടിനകത്തിൽ നമ്മൾ ടെസ്റ്റിൽ ഇവിടെ വരെ വായിച്ച് നമ്മൾ അതിൻ്റെ നോട്ട് തന്നതാണ്. ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആൻസർ മാത്രം ഒന്ന് ഓടിച്ചിട്ട് പറയാം. കിട്ടാത്തവർക്കാണ് നിങ്ങൾ കേട്ടോ. കിട്ടിയവരോ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാണാം കേട്ടോ. നോക്കി, നിങ്ങൾ എപ്പോഴെങ്കിലും സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെ? ഹൗ യു എവർ സീൻ എ സോളാർ എക്ലിപ്സ് ഓർ ലൂണാർ എക്ലിപ്സ്? ഹൗ ഡസ് ആൻ എക്ലിപ്സ് ഒക്വയർ? ദ പൊസിഷൻ ഓഫ് എ സൺ, Earth and moon causes eclipse. The changes of position of Earth and moon due to their motions in certain occasions causes eclipses. അപ്പം കണ്ടവർ സ്കിപ്പ് ചെയ്ത് ബാക്കി കാണുക കേട്ടോ. കാണാത്തവർക്ക് ഞാനിന്ന് ഓടി പറയുകയാണ്. അതായത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനമാണ് ഗ്രഹണത്തിന് കാരണം. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സ്ഥിരമായ ചലനം മൂലം അവയ്ക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം ചിലപ്പോഴൊക്കെ ഗ്രഹണത്തിന് കാരണമാകുന്നു എന്നാവും ഞങ്ങളെ ആ ചോദ്യം നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരങ്ങളുമാണ് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ കേട്ടോ. നിഴലുണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൗ ഷാഡോ ഈസ് ഫോംഡ്? ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞാണ്. പ്രകാശത്തിന്റെ പാതയിൽ അതാര്യ വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ അതാര്യ വസ്തുവിന്റെ നിഴൽ ഉണ്ടാകുന്നു. വെൻ ആൻ ഒപ്പാക് ഒബ്ജക്റ്റ് അല്ലെ കം ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ഷാഡോസ് ആർ ഫോംഡ്. ഈ ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതാര്യ വസ്തുവാണ്. ട്രാൻസ്പെയറന്റ് എന്ന് വെച്ചാൽ സുതാര്യ വസ്തു. അതാര്യ വസ്തു എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തതാണ് കുഞ്ഞുങ്ങളെ. അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റാത്തതിനെയാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അടുത്ത നോക്കിയേ, പുസ്തകത്തിലെ ചിത്രം നോക്കൂ. ഒരു മരം നിൽക്കുന്ന പടമുണ്ട് അല്ലെ. ആ മരത്തിന്റെ നിഴൽ രാവിലെ ഏത് ദിശയിലായിരിക്കും? സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്കാണ്. അപ്പൊ നമ്മുടെ നിഴൽ ഏത് ഭാഗത്ത് വരും? പടിഞ്ഞാറ് ഭാഗത്ത്. ഇൻ വിച്ച് ഡയറക്ഷൻസ് വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അല്ലെ. ഇച്ചിരി സ്പീഡ് കൂടുതൽ എന്തുകൊണ്ടാണെന്ന് അറിയാലോ ഇങ്ങനെ. ബാക്കി നമുക്ക് വേണം കേട്ടോ. അതുകൊണ്ടാണ് പാർട്ട് 1 കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിടുന്നത്. അതായത് രാവിലെ നമുക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ കിഴക്കല്ലേ സൂര്യൻ നിൽക്കുന്നത്. അപ്പം നമ്മളുടെ നിഴൽ ഏത് ഭാഗത്തായിരിക്കും? രാവിലെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും കേട്ടോ. വെസ്റ്റേൺ ഡയറക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ മരത്തിന്റെ നിഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും കാണുന്നത്? വൈകുന്നേരം സൂര്യൻ പടിഞ്ഞാറ് പോകുന്നുണ്ട് അല്ലെ. പടിഞ്ഞാറാകുമ്പം നമ്മുടെ നിഴൽ ഏത് വശത്ത് വരും? കിഴക്ക് വശത്ത് വരും. ഈസ്റ്റേൺ ഡയറക്ഷൻ. ഇനി നിഴലിന് ഉച്ചയ്ക്ക് എന്ത് മാറ്റം? ഇപ്പൊ രാവിലെ വൈകിട്ട് നമ്മൾ പറഞ്ഞു കിഴക്കും പടിഞ്ഞാറും ഒക്കെ ആണെന്നല്ലേ. ഉച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഉച്ചയ്ക്ക് നിഴലിന്റെ വലിപ്പം അങ്ങ് കുറയുന്നു അല്ലെ. കാരണം എന്താ? സൂര്യൻ നമുക്ക് തലയ്ക്ക് മുകളിലല്ലേ കുഞ്ഞുങ്ങളെ വരുന്നത് അല്ലേ. ഉച്ചയാകുമ്പോൾ തലയുടെ മുകളിലാണ് വരുന്നത് അല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ നിഴലിന്റെ ആ വലിപ്പം അങ്ങ് കുറയുന്നു. അറ്റ് നൂൺ ദ സൈസ് ഓഫ് ദ ഷാഡോ ഡിക്രീസസ്. ഓക്കെ ആണോ? അടുത്തത് ഷാഡോ ആൻഡ് ലൈറ്റ്. എന്താണ് ഷാഡോ ആൻഡ് ലൈറ്റ്? ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ എഴുതിയിരിക്കണം കേട്ടോ. ആൾ ഒപ്പാക് ഒബ്ജക്റ്റ് ഫോംസ് ഷാഡോസ്. ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോഴ്സസ് ഓഫ് ലൈറ്റ്. ഓൺലി സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ആൾവേസ് ഫോം സർക്കുലാർ ഷാഡോ. ഷാഡോ ആൻഡ് ലൈറ്റ് എന്നുള്ളത് ഇതെല്ലാം ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ നോട്ട് എഴുതിയെടുക്കുക. മലയാളംകാർ മലയാളത്തിലുള്ള നോട്ട് എഴുതിയെടുക്കുക. ഇംഗ്ലീഷുകാർ അതങ്ങ് എഴുതണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ മലയാളം നോക്കിക്കുക. എന്തായിരിക്കും? നിഴലും പ്രകാശവും അല്ലേ. എന്താ നിഴലും പ്രകാശവും? എല്ലാ ആധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞത്? അതായത് ഓൾ ഒപ്പാക് ഒബ്ജക്റ്റ് ഫോംസ് ഷാഡോ. എല്ലാ ആധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. പ്രകാശത്തിന്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ ടെസ്റ്റിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓർത്തോണേ. അതായത് വസ്തുക്കൾ ഏതൊക്കെയാണ്? പേന, ഫുട്ബോൾ, ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലെ എക്സ്പെരിമെന്റ് ആകും നിങ്ങളെ കേട്ടോ. അതൊക്കെ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞത്. അതായത് പേന എന്ന് പറയുന്നതിന് നമ്മൾ പ്രകാശം കൊടുക്കുമ്പോൾ അതിന് രൂപം മാറുന്നുണ്ട്. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഉരുണ്ടിരിക്കുന്ന സാധനത്തിന് ഒരിക്കലും രൂപമാറ്റം സംഭവിക്കുന്നില്ല. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം. ഉരുണ്ടിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് അല്ലെ, ഗോളാകൃതിയിലുള്ള വസ്തുവിന് ആ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ചില്ലെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അല്ല, പീസ് ഓഫ് ഗ്ലാസ് അല്ലെ. അതിന് നിഴല് ഉണ്ടാകുന്നില്ല. കാരണം എന്താ? നമ്മൾ അടിക്കുന്ന പ്രകാശം അത് സ്കാറ്റർ പ്രതിഫലിച്ച് അതങ്ങ് പോവുകയാണ്. അത് നിഴൽ അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ്. ഇൻസ്ട്രുമെന്റ് ബോക്സ് രൂപം മാറുന്നുണ്ട് അല്ലേ. സ്റ്റീൽ ഗ്ലാസ് രൂപം മാറുന്നുണ്ട്. ദ ഷേപ്പ് അല്ലെ, ദ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. ക്രിക്കറ്റ് ബോൾ എന്ന് കേൾക്കുമ്പോഴേ ഉരുണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് രൂപമാറ്റം സംഭവിക്കുന്നില്ല. അത് സാവധാനം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുന്നവർ അത് കണ്ടിട്ട് വേണം ഈ പാർട്ട് കാണാൻ കേട്ടോ. ഇത് ഞാൻ
അതോ നിങ്ങൾ നല്ലതുപോലെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ടോ നിങ്ങൾ കേട്ടോ? ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ അത് കയറി കാണണേ. നോക്കിക്കേ, അടുത്ത ആകാശഗോളങ്ങളുടെ നിഴല്, സെലസ്റ്റിയൽ ഷേപ്പ്. ആകാശം ഗോളത്തിൻ്റെ മലയാളമാണേ സ്ഫിയറിൻ്റെ മലയാളമാണ് ഈ ഗോളം എന്ന് പറഞ്ഞത് കേട്ടോ. സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് വെച്ചാൽ ആകാശഗോളങ്ങൾ, ഷാഡോ, നിഴല്, അതൊക്കെ അറിയാമല്ലോ. ദ എർത്ത്, ദ മൂൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഒപാക് ഒബ്ജക്റ്റ്. ഡു ദേ ഫോം ഷാഡോ? ഭൂമിയും ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങളും അതാര്യ വസ്തുക്കളാണല്ലോ. ഇവയ്ക്ക് നിഴലുണ്ടാകുമോ? ഉണ്ടാകും. എന്താ? അതാര്യ വസ്തുക്കൾക്കെല്ലാം നിഴലുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. അപ്പം 8 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. 9ാമത്തെ, ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുക്കൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എർത്ത് ഷാഡോ? ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു. ബീങ് ആൻ ഒപാക് ഒബ്ജക്റ്റ് ദാറ്റ് എർത്ത് ഫോം ഇറ്റ്സ് ഷാഡോ. സൂര്യനെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അത് നമുക്കറിയാലേ. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ടു ദ സൺ. ഇനി അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു അല്ലേ? അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ് എവേ. ഇനി ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ? ഭൂമിയുടെ നിഴൽ അല്ലെ, നിഴലിന്റെ കളർ എന്താ നിങ്ങളെ? ഡാർക്ക് അല്ലേ? ഈ ഭൂമിയുടെ നിഴല് രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ? രാത്രിയായിരിക്കും, നൈറ്റ് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ആർ ദ ഷേപ്പ് ഓഫ് ഓൾ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദ സെയിം സൈസ്. വൈ? എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴലിന്റെ വലിപ്പം ഒരുപോലെയാണോ? ആണോ? ആകാശത്തുള്ള എല്ലാത്തിൻ്റെയും ഒരുപോലെയാണോ നിങ്ങൾ? അല്ല. ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഡിഫറൻറ്റ്. ദ സൈസ് ഓഫ് ദ ഷാഡോ വേരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ്. ഓരോന്നിനും ഓരോ ഷേപ്പാണ് അല്ലേ? ചന്ദ്രന്, സൂര്യന്, ഒരുപാട് പ്ലാനറ്റ്സുകളൊക്കെ ഉണ്ട് അല്ലേ? അതിനെല്ലാം ഓരോ ഷേപ്പാണോ? അല്ല, വലിപ്പം ഒരുപോലെയല്ല. ആകാശഗോളങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നിഴലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലൂണാർ എക്ലിപ്സ്. അത് നമ്മൾ ഇതിൽ പറഞ്ഞ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം കേട്ടോ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ പാഠത്തിലെ. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം നമ്മുടെ ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. ലൂണാർ എക്ലിപ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിനോമിന വിസിബിൾ ഇൻ ദ സ്കൈ. ഡ്യൂറിങ് എ ടോട്ടൽ എക്ലിപ്സ് ദ മൂൺ അപ്പിയേഴ്സ് ഡിം ഇൻ ഓറഞ്ചിഷ് റെഡ് കളർ. ഈ സമയത്ത് ഒരുമാതിരി ഓറഞ്ച് ചുവപ്പ് കൂടി കലർന്ന ഒരു കളറായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? 12 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇട്ടായിരുന്നു അല്ലേ? ഇനി അടുത്ത് നമ്മൾ ഭൂമിയും ചന്ദ്രൻ്റെ നിഴലും ഇവിടെ മുതലാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത്. ചന്ദ്രഗ്രഹണം വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? 7 മിനിറ്റ് അത്രയങ്ങ് പോയി അല്ലേ? നോക്കിയേ, ഭൂമിയും ചന്ദ്രനും നിഴലും. ഇനി ഇവിടെ മുതലാണ് നമുക്ക് വായിക്കാനുള്ളത്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതിൻ്റെ നോക്കണേ നിങ്ങളെ, അതിൻ്റെ മലയാളം അർത്ഥമൊക്കെ നോക്കണേ കേട്ടോ. നോക്കിക്കേ, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഭൂമിയേക്കാൾ ചെറിയ ഗോളമാണല്ലോ ചന്ദ്രൻ. അതാണ് കേട്ടോ, അതൊക്കെ ഓർത്തോടെ നിങ്ങളെ. ഭൂമിയേക്കാൾ ചെറുതാണ് ചന്ദ്രന്. ചന്ദ്രന്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുമോ? ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. നോക്കിയേ, വാട്ട് ഹാപ്പൻഡ് വെൻ ദ മൂൺസ് കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്? എന്തോ നിങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദ ഷാഡോ ഓഫ് ദ മൂൺ ഫാൾസ് ഓൺ ദ എർത്ത്. സൂര്യനും ഭൂമിക്കുമിടയിൽ, ഇത് ഇംഗ്ലീഷിലെ ചോദ്യം, വേറെ തിരിച്ച് എഴുതണേ നിങ്ങൾ കേട്ടോ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ മൂൺ കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് എന്ന് വെച്ചാൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂര്യനും ഓരോന്നും മനസ്സിലാക്കി വേണേ പഠിക്കാൻ. ഞാൻ സ്പീഡിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ സ്പീഡിൽ പഠിച്ചു പോകണ്ട, മനസ്സിലാക്കി പഠിക്കണം. ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്നു. മനസ്സിലായോ? ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്നു. ദ ഷാഡോ ഓഫ് ദ മൂൺ ഫാൾസ് ഓൺ ദി എർത്ത്. ക്യാൻ ദ ഷാഡോ ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി കവർ ദ എർത്ത്? ചന്ദ്രന്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുമോ?
ചന്ദ്രൻ്റെ നിഴലിന് ഭൂമിയെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുമോ നിങ്ങളെ? ഇല്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഭൂമി ചന്ദ്രനേക്കാൾ വലുതാണ് നമ്മുടെ ഭൂമി കേട്ടോ. എന്ന് വെച്ചാൽ ഭൂമിയേക്കാൾ ചെറുതാണ് ചന്ദ്രൻ. കഴിയില്ല. ഭൂമിയേക്കാൾ ചന്ദ്രൻ്റെ വലിപ്പം കുറവായതിനാൽ ആ ഒരു ഇതോർത്ത് വെച്ചേക്കണോ നിങ്ങൾ? എന്താണ്? നമ്മുടെ ഭൂമിയേക്കാൾ ചന്ദ്രൻ്റെ വലിപ്പം കുറവാണ്. ആർക്കാ? ചന്ദ്രൻ. അത് തന്നെ, ഭൂമിയേക്കാൾ വലിപ്പം കുറവാണ് ചന്ദ്രന്. നോ, ബിക്കോസ് ദ മൂൺ ഈസ് സ്മാളർ ദാൻ ദ എർത്ത്. ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ ആണോ? അടുത്ത, ക്യാൻ ദോസ് പീപ്പിൾസ് ഓൺ ദ സൈഡ് ഇൻ വിച്ച് ദ മൂൺസ് ഷാഡോ ഫാൾസ് ഓൺ ദ എർത്ത് സീ ദ സൺ അറ്റ് ദാറ്റ് ടൈം? എന്ന് വെച്ചാൽ എന്താ? നോ. അതിൻ്റെ മലയാളം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലേ അല്ലേ? എന്താ നിങ്ങളെ? അതായത് ക്യാൻ ദോസ് പീപ്പിൾസ് നോക്കിയോ നിങ്ങളെ? എന്താണ്? ക്യാൻ ദോസ് പീപ്പിൾസ് ഓൺ ദ സൈഡ് ഇൻ വിച്ച് ദ മൂൺസ് ഷാഡോ ഫാൾസ് ഓൺ ദ എർത്ത് സീ ദ സൺ അറ്റ് ദാറ്റ് ടൈം? ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ആ സമയത്തുണ്ടല്ലോ, അപ്പോൾ ആ സമയം സൂര്യനെ നമുക്ക് കാണാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് പഠിക്കാൻ നേരം. ഇപ്പം ഞാൻ ഇത് വോയിസ് കേട്ടില്ലെങ്കിലും മ്യൂട്ട് ചെയ്തായെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാ? കഴിയില്ല. കാരണം എന്താ? ചന്ദ്രൻ സൂര്യനെ അന്നേരം മറയ്ക്കുന്നു. ചന്ദ്രൻ സൂര്യനെ, ബിക്കോസ് ദ മൂൺ ഈസ് കവറിങ് ദ സണ്ണ്. കാരണം ചന്ദ്രനാണെങ്കിൽ സൂര്യനെ അങ്ങ് മറയ്ക്കുന്നു. ഇനി അടുത്ത, ദസ് ദിസ് ഫിനോമിനൻ ഒക്കർ ഡ്യൂറിങ് ദ ഡേ ഓർ നൈറ്റ്? ഈ പ്രതിഭാസം രാത്രിയിലാണോ പകലാണോ സംഭവിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞത് ഇത് ഡ്യൂറിങ് ദി ഡേ, പകൽ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. 16 ക്വസ്റ്റ്യന് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, എല്ലാം നല്ലതുപോലെ നോക്കണേ കേട്ടോ. ഓക്കെ, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് നമ്മൾ തന്നത്. ടെസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കത്തില്ലേ, ഓരോന്നും ചോദിക്കുന്നതാണ്. അടുത്ത നമ്മുടെ സൂര്യഗ്രഹണമാണ്, സോളാർ എക്ലിപ്സ്. നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ്. വെൻ ദ മൂൺ റിവോൾവ് റൗണ്ട് ദ എർത്ത്, ദ മൂൺ റെയർലി കംസ് ഇൻ ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. അറ്റ് ദിസ് ടൈം ദ മൂൺ ഷാഡോ ഫാൾസ് ഓൺ ദി എർത്ത്. People in the area where the moon's shadow falls cannot see the sun because the moon covers the sun. This is solar eclipse. ഓരോ വാക്ക് എടുത്താണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും വാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കുഞ്ഞില്ല. അതായത് വെൻ ദ മൂൺ എന്ന് വെച്ചാൽ എന്താ? ആകാശത്ത് വെച്ച് വേവിച്ച മൂണാണോ? When the moon revolves round the earth, the moon rarely comes in between the earth and the sun in a straight line. At this time, the moon's shadow falls on the earth. People in the area where the moon's shadow falls cannot see the sun because the moon covers the sun. This is solar eclipse. വല്ലോ മനസ്സിലായോ? അതായത് എന്താണ് ഈ നമ്മൾ ഫസ്റ്റ് ചന്ദ്രഗ്രഹണം പഠിച്ചു അല്ലേ? ഇനി എന്താ? സൂര്യഗ്രഹണം ഒക്കെ വന്ന ഓർമ്മയുണ്ടോ നിങ്ങളെ? അതായത് ഭൂമിയെ റിവോൾവ് അറൗണ്ട് എന്ന് വെച്ചാൽ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ അല്ലേ, ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു കേട്ടോ. ഓരോന്നും തിരിഞ്ഞു പോവല്ലേ, ഓരോന്നും എന്തിലെല്ലാം ഇടയിലാണെന്ന് നല്ലപോലെ ഓർക്കണേ. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കൂടെ തിരിഞ്ഞു പോകല്ലേ, ചിലപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിക്കും കേട്ടോ. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ, അതായത് ഭൂമി കറങ്ങുമ്പോൾ അല്ലെ, പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വരുന്നു അല്ലെ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ആ ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ വായിക്കണോ നിങ്ങളെ? ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴല് ഭൂമിയിലോട്ട് വീഴുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രന്റെ നിഴലാണ് ഭൂമിയിലോട്ട് വീഴുന്നു. ചന്ദ്രന്റെ ഈ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമേ ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് ഈ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ടൊക്കെ കേൾക്കണേ നിങ്ങളെ. അടുത്തത് പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ടെസ്റ്റിലൊക്കെ ഇതെല്ലാം ടെസ്റ്റിലാണ് കേട്ടോ. എല്ലാം ടെസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ അത് പാർട്ട് വേർതിരിച്ച് എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ നിങ്ങളെ? എന്താ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടോ? സൂര്യനെ ഫുള്ള് മറഞ്ഞ് നിൽക്കുകയാണ് പൂർണ്ണ സൂര്യഗ്രഹണം. ഇതൊക്കെ വലയ സൂര്യഗ്രഹണം, ഇതൊക്കെ ഭാഗിക സൂര്യഗ്രഹണം. ഇത് കഴിഞ്ഞ് തണ്ട പോവുക അല്ലെങ്കിൽ വരാൻ പോവുക. കണ്ടോ? ഇതൊക്കെ നമ്മൾ
സൂര്യഗ്രഹണം എന്നായിരുന്നു എന്നൊക്കെ അറിയാമോ നിങ്ങളെ? അതായത് പൂർണ്ണ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ആനുലാർ ANNULAR എന്ന് കേട്ടോ, ആനുലാർ സോളാർ എക്ലിപ്സ്. പേരൊക്കെ നല്ലതുപോലെ പഠിച്ചോണ്ട് കുഞ്ഞാലെ കേട്ടോ. പൂർണ്ണ സൂര്യഗ്രഹണം അതായത് സൂര്യനെ പൂർണ്ണമായിട്ടും ചന്ദ്രൻ മറയ്ക്കുമ്പോൾ, കണ്ടില്ലയോ, സൂര്യനെ പൂർണ്ണമായിട്ടും ചന്ദ്രൻ അങ്ങ് എന്ത് ചെയ്യുക, മറച്ചു വെച്ചിരിക്കുക അല്ലേ. പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അന്നേരമാണ്. സൂര്യനെ അതൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, സൂര്യനെ അങ്ങ് മറച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. ആരാ? ചന്ദ്രന്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും പതിക്കുന്നു. അന്നേരം ചന്ദ്രന്റെ നിഴല് ഭൂമിയുടെ എല്ലാ ഭാഗത്തും പതിക്കുന്നു. അതിനാൽ ഭൂമിയിലുള്ളവർക്ക് സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ദ ആനുലാർ സോളാർ എക്ലിപ്സ്, ദ മൂൺ കവർ ദ സൺ, but the surface of the sun can be seen as a ring around the moon. Ring around the moon. കണ്ടോ, ring around the moon. ഓക്കെ ആണോ? 18ാമത്തെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കിയേ, പാർഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ഭാഗികമായിട്ട്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചതാ പൂർണ്ണമായിട്ടുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത് അല്ലേ. ഇനി അതിൻ്റെ പാർഷ്യൽ എന്ന് വെച്ചാൽ എന്താ? പകുതി. ഇതാണ്ട് ഇത് പാർഷ്യൽ, ഭാഗികമായിട്ട്. കാണുന്നുണ്ടോ? ഭാഗികമായിട്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ നിങ്ങളെ പാർഷ്യൽ ആയിട്ട് കേട്ടോ. നോക്കിക്കേ, ഡ്യൂറിങ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ദ മൂൺ കവർ ദ സൺ പാർഷ്യലി അല്ലേ, ഭാഗികമായിട്ടും. എല്ലാ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരവും അല്ലേ, ഭാഗികമായിട്ടേ ഉള്ളൂ അല്ലേ. ദ സൺ ക്യാൻ ബി സീൻ ആസ് എ റിംഗ് അറൗണ്ട് ദ മൂൺ. ഭാഗിക സൂര്യഗ്രഹണത്തിൽ ചന്ദ്രൻ ഭാഗികമായി മാത്രം സൂര്യനെ മറയ്ക്കുന്നു. ചോദ്യത്തിൽ തന്നെ ഉണ്ടോ നിങ്ങളെ ഉത്തരങ്ങൾ കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, ടോട്ടൽ സോളാർ എക്ലിപ്സ്, വലയ സൂര്യഗ്രഹണം. എന്താ നിങ്ങളെ? ടോട്ടൽ വലയ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ്. ടോട്ടൽ സോളാർ എക്ലിപ്സ്, ദ മൂൺ കംപ്ലീറ്റ്ലി കവർ ദ സൺ. ദ ഷാഡോ ഓഫ് ദ മൂൺ കവേഴ്സ് ദ എർത്ത് കംപ്ലീറ്റ്ലി. സോ പീപ്പിൾ ഓൺ ദ എർത്ത് കനോട്ട് സീ ദ സൺ. വലയ സൂര്യഗ്രഹണത്തിൽ ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിൽ വരുന്നു അല്ലേ. ഈ സമയം സൂര്യബിംബത്തിന്റെ ഉപരിതലം വലയമായി ദൃശ്യമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? വലയ സൂര്യഗ്രഹണത്തിൽ ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിൽ വരുന്നു. ഈ ചന്ദ്രനും സൂര്യനും ഭൂമിയും കൂടെ എപ്പോഴൊക്കെയാണ് നേർരേഖയിൽ വരുന്നത്, ഏതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്, അറ്റത്ത്, ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ അതാണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഏതൊക്കെ എവിടൊക്കെ വരുന്നു എന്നുള്ളത്. ഭൂമിയും സൂര്യനും നേർരേഖയിൽ വരുന്നു, ചന്ദ്രനും ഭൂമിയും സൂര്യനും നേർരേഖയിൽ വരുന്നു. ഏതാ? വലയ സൂര്യഗ്രഹണത്തിലാണ്. ഈ സമയം സൂര്യബിംബത്തിന്റെ ഉപരിതലം വലയമായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വലയമായിട്ട് കാണപ്പെടുന്നു. ഇതെന്താ? ഇത് പൂർണ്ണ സൂര്യഗ്രഹണമാണ് അല്ലേ. നോക്കിയേ, സൂര്യൻ മറിഞ്ഞിരിക്കുക ചന്ദ്രനെ അല്ലേ. ഇത് കണ്ടോ, സൂര്യനെ ചന്ദ്രൻ പൂർണ്ണ വലയ ഒരു വട്ടം പോലെ അല്ലേ. ഇതെല്ലാത്തിൻ്റെ പേര് തിരിഞ്ഞു പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ 21ാമത്തെ സൂര്യഗ്രഹണം എങ്ങനെയെല്ലാം സുരക്ഷിതമായി നിരീക്ഷിക്കാം എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടോ നിങ്ങൾ? അത് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല, കാരണം അവർ ബോക്സ് ഇട്ട് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്. അതായത് എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം, അത് ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ അതിൽ ബോക്സിൽ തന്നേക്കുന്ന എഴുതണം കേട്ടോ. നമുക്ക് എങ്ങനെയെല്ലാം സുരക്ഷിതമായിട്ടൊരു സൂര്യഗ്രഹണം ചാടിക്കയറി നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റത്തില്ല, സ്ട്രെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും? ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാം. ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാം അല്ലേ. എന്നാൽ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ്. അതിനാൽ ഫിൽട്ടറുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പതിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം. അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ, സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങളൊക്കെ സൂര്യഗ്രഹണം വരുമ്പോൾ പഴയ വീട്ടിലെ എക്സ്റേ വല്ല ഫിലിം ഇതുണ്ടെങ്കിൽ എന്താ നിങ്ങളെ അതുകൊണ്ട് നോക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ നമുക്കിപ്പം അല്ലാതുള്ള വഴിയില്ലല്ലോ, പെട്ടെന്ന് നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പം നോക്കിക്കേ, സോളാറിൻ്റെ ഫിൽട്ടർ കണ്ണട, ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഉണ്ട്. സോളാർ ഫിൽട്ടർ കണ്ണട, പിൻഹോൾ പ്രൊജക്ടർ, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽട്ടർ കണ്ടോ, സോളാർ ഫിൽട്ടറുകൾ, ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ രീതി കണ്ടോ, ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ പഠനം തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത നോക്കിക്കേ, നമുക്ക് ഗ്രഹണം എങ്ങനെ മുൻകൂട്ടി അറിയാം?
ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ. ഈ ഗ്രഹണത്തെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി അറിയാവുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ലഭ്യമാണ്. ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ ഏത് സമയത്താണെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താം. കഴിഞ്ഞുപോയ ഗ്രഹങ്ങളുടെ ദൃശ്യങ്ങൾ വീണ്ടും കാണാനും ഇവയിലൂടെ കഴിയും എന്നാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി നിലാവിൻ്റെ പൊരുള് എന്താ നിങ്ങളെ? നിലാവിൻ്റെ പൊരുള് എന്ന് വെച്ചാൽ എന്താ? മീനിങ് ഓഫ് ദ മൂൺലൈറ്റ്. ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ്. അപ്പം ഞാൻ 21 ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നിട്ടുണ്ട്, നിങ്ങളത് പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇനി ഈ മൂൺലൈറ്റിന് മുമ്പേ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഈ രാത്രിയിൽ ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ കുഞ്ഞുങ്ങളെ? രാത്രിയിൽ ആകാശത്ത് മനോഹരമായിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ടില്ലേ? സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ എങ്ങനെയാണ് ഭാഗികമായി ശോഭിക്കാൻ കഴിയുന്നത്? ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിയത്തില്ല കുഞ്ഞുങ്ങളെ, ഇല്ലേ? നമുക്കതൊക്കെ അറിയത്തില്ലേ? ചന്ദ്രന് പ്രകാശിക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ചിലപ്പോൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ ചന്ദ്രൻ നല്ല അല്ലേ തിളങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ്? യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോവിംഗ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദ മൂൺ ടു ഷൈൻ സോ ബ്രൈറ്റ്ലി? എങ്ങനെയായിരിക്കും? ദ സൺലൈറ്റ് ഫാളിങ് ഓൺ ദ മൂൺ റിഫ്ലക്റ്റ് കേട്ടോ ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഈസ് ദ റീസൺസ് ഫോർ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ മൂൺ. എങ്ങനെയാണ് നിങ്ങളെ ഈ ചന്ദ്രൻ്റെ പ്രകാശം വരുന്നത്? നമ്മുടെ ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശം പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശത്തിന് കാരണം. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യവുമാണത്. എന്താ? ചന്ദ്രനിൽ പ്രകാശമില്ല എന്ന് പറയുന്നത് അല്ലേ, വെളിച്ചമില്ല. പിന്നെ എങ്ങനെയായി ചന്ദ്രൻ ഇത്ര തിളക്കം വരുന്നതെന്ന്? ചന്ദ്രനിൽ പതിക്കുന്ന നമ്മുടെ സൂര്യനുണ്ടല്ലോ, ഈ സൂര്യൻ പ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോൾ അതിൽ പ്രതിപതിച്ചിട്ട് ഭൂമിയിലെത്തുന്നു അല്ലേ? അന്നേരം ഭൂമിയിൽ എത്തുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശത്തിന് കാരണം. ദ സൺലൈറ്റ് ഫാളിങ് ഓൺ ദ മൂൺ റിഫ്ലക്റ്റ് ആൻഡ് റീച്ച് ദ എർത്ത്. ദിസ് ഇസ് ദ റീസൺസ് ഫോർ ദ ബ്രൈറ്റ്നസ് ഓഫ് ദി മൂൺ. ഓക്കെ ആണോ നിങ്ങളെ? വൃത്തിയായിട്ട് എഴുതി എടുക്കാമല്ലോ. ഇനി നമ്മൾ നിലാവിനെ കുറിച്ചാണ്. മൂൺലൈറ്റ്, മലയാളം ഇംഗ്ലീഷും അറിയണേ. മൂൺലൈറ്റ് കേട്ടോ. ഇതിനൊക്കെ ഞാൻ കളറൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാ. നിങ്ങൾക്ക് എന്താ നോട്ട് പെട്ടെന്ന് തരാൻ വേണ്ടി എഴുതിയാവും ഞങ്ങളെ. ഞാൻ എന്താ കളറൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ അത് പോട്ടെ, നമുക്ക് നോട്ട് മതി. ദാറ്റ് സൺലൈറ്റ് ഫാളിങ് ഓൺ ദ മൂൺസ് സർഫസ് ഗെറ്റ്സ് സ്കാറ്റേഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഈസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് എ നൈറ്റ്. എന്താവല്ലോ മനസ്സിലായോ? ദ സൺലൈറ്റ് ഫാളിങ് ഓൺ ദ മൂൺസ് സർഫസ് ഗെറ്റ്സ് സ്കാറ്റേഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഇസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപദിച്ച് ഭൂമിയിലെത്തുന്നതാണ് നിലാവ്. എന്താണ് നിലാവ്? നമ്മൾ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ നിലാവ്, നല്ല നിലാവുണ്ട് എന്നൊക്കെ പറയത്തില്ല. ഈ ഓണത്തിനൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് പറയാം ഇന്ന് ഭയങ്കര നിലാവാന്നൊക്കെ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന, ചന്ദ്രനിൽ നിന്നല്ലേ നമുക്ക് ഈ നിലാവ് കിട്ടുന്നത്. അപ്പോൾ ആ ചന്ദ്രനിൽ എങ്ങനെയാണ് പ്രകാശം വരുന്നതെന്ന് ഇനി ആര് ചോദിച്ചാലും പറയണം. എങ്ങനെയാണ് നിങ്ങളെ? നമ്മുടെ സൂര്യപ്രകാശമാണ് ഈ ചന്ദ്രനിൽ പതിക്കുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി അല്ലേ, സ്കാറ്ററിങ്, അവിടെ നിന്നും സ്കാറ്ററിങ് പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നിലാവ്. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ, മിസ് ചെയ്യല്ലേ. അടുത്ത, സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെയാണ് അല്ലേ? സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെയാണ് കാണുന്നത് അല്ലേ? ഒരുപോലെയാണല്ലോ കാണുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ് അല്ലേ? ഒരുപോലെയാണ് കാണുന്നതെന്നാണ് വിശ്വാസം. എന്നാൽ ചന്ദ്രനെ കാണുന്നതോ? ചന്ദ്രനെ കാണുന്ന ഒരുപോലെയാണോ ഞങ്ങളെ? സൂര്യനെ കാണുന്ന പോലെയാണോ ചന്ദ്രനെ കാണുന്നത്? സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെയാണോ കാണുന്നത്? എന്നാൽ ചന്ദ്രനെ കാണുന്നതെന്ന് വി സീ ദ സൺ ഇൻ ദ സെയിം ഷേപ്പ് എവറി ഡേ. ബട്ട് വാട്ട് അബൌട്ട് ദ മൂൺ? അതാണ് നമ്മളുടെ ചോദ്യം. ദ മൂൺ ഈസ് സീ ഇൻ ഡിഫറൻറ്റ് ഷേപ്പ് ഓൺ ഡിഫറൻറ്റ് ഡേയ്സ്. സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. പക്ഷേ മൂണിനെയോ? ദ മൂൺ ഈസ് സീ ഇൻ ഡിഫറൻറ്റ് ഷേപ്പ് ഓൺ ഡിഫറൻറ്റ്. ചന്ദ്രനെ ഓരോ ദിവസവും വ്യത്യസ്ത ആകൃതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഷേപ്പിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? എഴുതിയെടുക്കണേ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ 24 ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ തന്നിരുന്നു. അടുത്ത 25ാമത്തെ ടെസ്റ്റിലെയാണ് ഏതാണ്ട് നിലാവിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. ഞാൻ വായിച്ചു തരണോ? രാത്രി ആകാശത്ത് മനോഹരമായി പ്രകാശിക്കുന്ന ചന്ദ്രനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ എങ്ങനെയാണ് ഭാഗികമായി ശോഭിക്കുക? അതാണ് ഇപ്പം നമ്മൾ എഴുതിയത്.
ചിത്രം നോക്കൂ, കണ്ട ചിത്രം. ചന്ദ്രന്റെ ശോഭയുടെ കാരണം എന്താണ്? ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ? സൂര്യപ്രകാശം വന്ന് അതിൽ തട്ടുന്നതുകൊണ്ടാണ് കേട്ടോ, മറക്കല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നത് കാണുന്നില്ലേ? ഇവ അതാര്യ വസ്തുക്കളായതിനാൽ പ്രകാശത്തെ പ്രതിപദിപ്പിക്കില്ലേ എന്നാണ്. കണ്ടോ നിങ്ങളെ, ചന്ദ്രന്റെ പടമാണ്, സൂര്യൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ നോക്കണേ, കണ്ടേ ഭൂമിയിൽ വന്ന് തട്ടുന്നതും ഒക്കെ കണ്ടോ. ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശം പ്രതിപദിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് ചന്ദ്രനെ കാണുന്നത്. ചന്ദ്രനിൽ പതിക്കുന്ന, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശം പ്രതിപദിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആട്ടോ. ഓക്കെ, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിപദിച്ചു വരുന്നതാണ് നിലാവെളിച്ചം എന്ന് നമ്മൾ പറഞ്ഞു. നിലാവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ചന്ദ്രന്റെ ഉപരിതലം പരിപരുത്തതാണ്. ചന്ദ്രനിലൊക്കെ കുറേ പേര് പോയതൊക്കെ അറിയാമല്ലോ, അത് അതിൻ്റെ ഉപരിതലം പരിപരുത്തതാണ്. അങ്ങനെയെങ്കിൽ നിലാവെളിച്ചം ഉണ്ടാകുന്നത് ക്രമപ്രതിപതനം മൂലമാണോ വിസരിത പ്രതിപതനം മൂലമാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം അവിടെ എന്താ, പരിപരുത്ത പ്രതലമായതിനാൽ നമുക്ക് അടിക്കുന്ന പ്രകാശവും എങ്ങനെയായിരിക്കും? നമ്മൾ പ്രകാശത്തിൻ്റെ പാഠം പഠിച്ച ഓർമ്മയുണ്ടോ? പ്രകാശ പ്രതിപതനത്തിൻ്റെ പാഠം പഠിച്ച ഓർമ്മയുണ്ടോ? ഈ പഴയതൊക്കെ എന്തിനാ ഇപ്പം ഈ ഓർമ്മിപ്പിക്കുന്നില്ലേ? എന്നാ വിട്ടേരെ, കാരണം അത് ഓണപരീക്ഷയുടെ അല്ലേ ഇപ്പം എന്തിനാ അല്ലേ. അപ്പോൾ നോക്കിയിട്ട് നിലാവ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇനി ചന്ദ്രൻ്റെ കലകൾ നോക്കൂ കുഞ്ഞുങ്ങളെ. നിലാവ് കൂടുതലുള്ള രാത്രികളും നിലാവ് തീരെയില്ലാത്ത രാത്രികളും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? നിലാവില്ലാത്തപ്പോൾ രാത്രി വെളിയിൽ ഇരുട്ടാണെങ്കിൽ നമ്മൾ വെളിയിലോട്ടിറങ്ങുമോ? ഇല്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? നിലാവ് കൂടുതലുള്ള രാത്രി അല്ലേ, നിലാവ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വെളിയിലോട്ടൊന്ന് ഇറങ്ങാം ഇല്ലയോ നിങ്ങളെ. ചന്ദ്രൻ്റെ കലകൾ. സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് ഒരേ ആകൃതിയിലല്ലേ, എന്നാൽ ചന്ദ്രനെ കാണുന്നതോ, അതാണ് ഇപ്പം നമ്മൾ എഴുതിയത്. വിവിധ ദിവസങ്ങളിൽ കാണുന്ന ചന്ദ്രൻ്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ വായിക്കും. ഗോൾ ആകൃതിയിലുള്ള ചന്ദ്രനെ എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. നോക്കിക്കേ, 3 സ്മൈലി ബോളുകൾ നോക്കൂ നിങ്ങളെ, 3 സ്മൈലി ബോളുകൾ, കറുത്ത പെയിന്റ് കണ്ടോ, കറുത്ത പെയിന്റ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും ബോക്സുകളിലെ കുറിപ്പുകളും പരിശോധിച്ച് സ്മൈലി ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിന്റ് അടിക്കുന്ന, അതായത് ഈ പ്രകാശം അടിക്കുന്നതും അടിക്കാത്തതും തങ്ങളിലുള്ളതാണ് കേട്ടോ. അതായത് വായിച്ച് ഞാൻ അത്രയും സമയം കളയുന്നില്ല. അതായത് സ്മൈലി ഫേസിന്റെ മറുവശം പൂർണ്ണമായിട്ടും പെയിന്റ് ചെയ്യുക, സ്മൈലി ഫേസിന്റെ പകുതി ഭാഗം വയ്ക്കുക, സ്മൈലി ഫേസ് മുഴുവനായിട്ടും പെയിന്റ് ചെയ്യുക. അതൊക്കെ അത്രയും സമയം അങ്ങ് പോവാം. അതിൻ്റെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ടീച്ചർ പറഞ്ഞൊരു ഒത്തിരി ഉണ്ട് വായിക്കാൻ. നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം നോക്കാം. അടുത്ത നമുക്ക് അമാവാസിയും പൗർണമിയും ഇതൊക്കെ അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. അതായത് ചന്ദ്രൻ ഡി എന്ന സ്ഥലത്ത് എത്തുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമാണ്. ഈലടകൾ അത് നമ്മൾ മറ്റേത് വായിക്കാത്തതുകൊണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാവത്തില്ല. അടുത്ത് നോക്കിക്കേ, അമാവാസിയും പൗർണമിയും, ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂണ് നോക്കാം. ന്യൂ മൂൺ എന്താണ് ഈ ന്യൂ മൂണ്? ന്യൂ മൂണിനെ നമ്മൾ കറുത്ത വാവെന്ന് പറയും കേട്ടോ. കറുത്ത വാവെന്ന് വെച്ചാൽ എന്താ? മുറ്റത്ത് ഭയങ്കര ഇരുട്ടുള്ള ദിവസം കേട്ടോ കറുത്ത വാവ്. അന്ന് ആരാ കറുത്ത വാവിന് പ്രേതമൊക്കെ വരുമെന്നൊക്കെ പറയത്തില്ലോ ഞങ്ങൾ കേട്ടോ. ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി. ന്യൂ മൂൺ ഒക്കേഴ്സ്, അമാവാസി ദിവസം ഏതാ? മണിച്ചിത്രത്താഴത്തിലെ ശോഭനെ ഒക്കെ പറയത്തില്ല ഇന്നേക്ക് അമാവാസി ദിവസം എന്നൊക്കെ. ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈസ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദീസ് ഡേ. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ ആ ദിവസങ്ങൾ കേട്ടോ. ന്യൂ മൂൺ ഒക്കേഴ്സ്, ന്യൂ മൂൺ എന്ന് വെച്ചാൽ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് കേട്ടോ. ന്യൂ മൂണിൻ്റെ മലയാളം അറിയണേ കുഞ്ഞുങ്ങളെ, അതുപോലെ മലയാളംകാർ ഇംഗ്ലീഷും അറിയണേ. ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസ് ദ എർത്ത്. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദീസ് ഡേ. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം, ചന്ദ്രൻ്റെ ആണ് നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കത്തില്ല. അതാണ് ഈ വെളിയിലിറങ്ങിയ ഇരുട്ടാന്ന് പറയുന്നത് കേട്ടോ. ചന്ദ്രൻ വെളിയിൽ പ്രകാശിച്ചിരുന്നെങ്കില മുറ്റത്ത് വെട്ടം കാണത്തുള്ളൂ അല്ലേ. മുറ്റത്ത് വെട്ടമെന്ന് ഞാൻ കുറച്ചു നേരം കൊണ്ട് പറയുന്നത്, മുറ്റത്ത് ബൾബിട്ടാ വിട്ടം കിട്ടും. ലൈറ്റ് അണച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ. അടുത്ത നോക്കൂ നിങ്ങളെ, ഫുൾ മൂണ്. ഫുൾ മൂൺ എന്ന് വെച്ചാൽ പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ്. വെളുത്തവാവ്, ഇതുവരെ നമ്മൾ കറുത്തവാവ് അല്ലേ, കറുത്തവാവിനാണ് നമ്മൾ വിളിയിൽ ഭയങ്കര ഇരുട്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെളുത്തവാവിന് എന്തായിരിക്കും? ഫുൾ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വെളുത്തവോ നല്ല വെളിച്ചമായിരിക്കുമെന്ന്. നമ്മൾ ഈ ഓണത്തിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓണത്തിനൊക്കെ നല്ല നിലാവ് കാണും
കേട്ടോ. വീട്ടിലെ അമ്മയോടോ അമ്മൂമ്മയോടോ പൂപ്പനോടോ ഒക്കെ ചോദിച്ചാൽ മതി. നല്ല വെളുത്ത വാവാന്നൊക്കെ അന്നേരം അവർ പറയുന്നേക്കാം. അന്നേരം എന്താ വെളിയിലൊക്കെ നല്ല നിലാവായിരിക്കുമെന്ന്. ഓക്കെ, അടുത്ത നമുക്ക് ഹാഫ് മൂൺ, അർദ്ധചന്ദ്രൻ. അപ്പം നമ്മൾ ഫുൾ മൂൺ പഠിച്ചു, ന്യൂ മൂൺ ഫുൾ മൂണും ന്യൂ മൂണും കൂടെ തിരിഞ്ഞു പോലെ നിങ്ങൾ. കാരണം നമുക്ക് ന്യൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഫോൺ നോക്കിയാൽ ഒക്കെ ആയിരിക്കും ഇപ്പം പഠിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാൽ മതി. ഈ ഫുൾ മൂൺ അടിച്ചു കൊടുക്കുമ്പോൾ മൂണിൻ്റെ സൈസ് നമുക്കറിയാം. ഫുൾ മൂൺ അടിച്ചു കൊടുക്കുമ്പോൾ ന്യൂ മൂൺ, ഹാഫ് മൂൺ ഇതൊക്കെ അടിച്ചു കൊടുക്കാമെങ്കിൽ നമുക്കിതൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും കേട്ടോ. പടമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഹാഫ് മൂൺ എന്ന് പറഞ്ഞ് ഫോണിനെടുത്ത് കുത്തി ഗെയിമും കളിച്ചുകൊണ്ടിരിക്കല്ലേ കേട്ടോ. ഗെയിം കളിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം. ഗെയിം കളിക്കേണ്ടെന്നല്ല, ഗെയിമിന് അഡിക്റ്റ് ആവല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇരുന്ന് ഇപ്പം മിക്ക കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെ ഒരു കുഴപ്പമാണ്, പഠിക്കാനാന്ന് പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് പോയിട്ട് പാത്തിരുന്ന ഗെയിം കളിയൊക്കെയാണെന്ന് കേട്ടോ. ഇപ്പം വട്ടം നോക്കുന്നുണ്ടായിരിക്കും. Okay, half moon is seen when the half illuminated and half shadow portions of the moon face the earth. എന്താണ് ഹാഫ് മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. അത് കേൾക്കുമ്പോഴേ അറിയാം, അർത്ഥം എന്ന് വെച്ചാൽ പകുതി അല്ലേ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതി, നിഴൽ ഭാഗത്തിൻ്റെ പകുതി ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ അല്ലെങ്കിൽ ഹാഫ് മൂൺ. എല്ലാ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അതിനകത്ത് തന്നെ ഇരിപ്പുണ്ടോ നിങ്ങൾ. ഇപ്പം ന്യൂ മൂൺ എന്ന് കേൾക്കുമ്പോൾ പുതിയ മൂണ് അല്ലേ. പുതിയ മൂൺ എന്ന് വെച്ചാൽ എന്താ, അന്നേരം എന്താ ഇച്ചിരി ആയിട്ടേ നമ്മുടെ മൂൺ വരത്തുള്ളൂ. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും, കറുത്ത വാവ് എന്ന് വെച്ചാൽ ഫുൾ മൂൺ വന്നെങ്കിലല്ല പ്രകാശം ഉണ്ടാകത്തുള്ളൂ. ഇത് ഇച്ചിരി ഉള്ളതായിരിക്കും കേട്ടോ. ഇനി ഫുൾ മൂൺ എന്ന് കേൾക്കുമ്പോൾ അറിയാം, നല്ല മൂട്ടൻ അല്ലേ, നല്ല വലിയൊരു പപ്പടത്തിൻ്റെ കൂട്ട് നമ്മുടെ ആകാശത്ത് കാണും, വെളുത്ത വാവ്, നല്ല പ്രകാശത്തോടെ. ഹാഫ് മൂൺ എന്ന് കേൾക്കുമ്പോൾ എന്താ, പകുതി ചരിഞ്ഞ് അല്ലേ, പകുതി വെട്ടിയൊരു ഇതായിരിക്കും. ഓക്കെ ആണല്ലോ. 27 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ, വെറുതെ ഇരുന്ന് എഴുതി എടുക്കണേ കേട്ടോ. അപ്പോൾ 28ാമത്തെ നമ്മൾ അടുത്ത, അപ്പോൾ അമാവാസിയും പൗർണമിയെക്കുറിച്ച് ബോക്സിൽ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരായാലും മലയാളം മീഡിയക്കാരായാലും ആ ബോക്സിലെ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വാക്സിങ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, വാക്സിങ് വൃദ്ധി എന്നാണ്. എന്താണ് വൃദ്ധി? എന്താണ് ഈ വൃദ്ധി? അതായത് വെളുത്ത പക്ഷം എന്ന് മലയാളത്തിലുണ്ട്. വൈറ്റ് ഹാലോ വാക്സിങ് വൃദ്ധി. ഈ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഒന്ന് അറിയണേ നിങ്ങൾ. അതിൻ്റെ വൈറ്റ് ഹാലോ എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് വാക്സിങ്? വാക്സ് എന്ന് വെച്ചാൽ മെഴുകുതിരി. ഇവിടെ ആ വാക്സിങ് അല്ല. എന്താണ്, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം, ചന്ദ്രൻ്റെ ആ പ്രകാശം കാണുന്ന ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത്, നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് നോക്കത്തില്ലേ, അന്നേരം കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവിനെയാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്, ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഇൻക്രീസിംഗ് ഫ്രം ദ ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് വാക്സിംഗ് ഓർ വൈറ്റ് ഹാലോ. ഓക്കെ ആണോ? അടുത്ത അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് എന്താണ് വാണിംഗ്, WANING വാണിംഗ്. അതായത് ബ്ലാക്ക്, മറ്റേത് വൈറ്റ് ഹാലോ ആണെങ്കിൽ ഇതെന്താ ബ്ലാക്ക് ഹാലോ അല്ലെങ്കിൽ ക്ഷയം. ആ ക്ഷയമല്ല ഇത് കേട്ടോ, ഇത് കറുത്ത പക്ഷം എന്ന് അർത്ഥമുണ്ട് കേട്ടോ. ബ്ലാക്ക് ഹാലോ വാണിംഗ് എന്തോ പേര് ഓരോന്നും ഓർത്തോണ്ടോ നിങ്ങളെ. മറ്റേത് വാക്സിങ് വൃദ്ധി, വെളുത്ത പക്ഷം വൈറ്റ് ഹാലോ, ഇത് വാണിംഗ് ബ്ലാക്ക് ഹാലോ ക്ഷയം കറുത്ത പക്ഷം എന്നൊക്കെയാണ്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാവം, മുമ്പ് നമ്മൾ പഠിച്ചത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. സെയിം പോലെ കുഞ്ഞുങ്ങളെ ഇതും എന്താ, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് നേരെ തിരിച്ച്, മറ്റേ കറുത്ത വാവ് മുതൽ വെളുത്ത വാവല്ലേ, ഇതെന്താ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ, മറ്റേത് കൂടി വരുന്നത് ഇത് കുറഞ്ഞു വരുന്നു കേട്ടോ. അപ്പോൾ അത് പഠിക്കാമെങ്കിൽ ഇത് എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? താങ്കളുടെ ഡിഫറൻസ് ചോദിച്ചാലും എഴുതിക്കൂടായോ? മറ്റേത് എന്താവും നിങ്ങളെ, കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു, ഇതോ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവിനെ നമ്മൾ എന്ത് പറയുന്നു? ക്ഷയം. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്, ദ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഡിക്രീസിങ് ഫ്രം ദ ഫുൾ മൂൺ ടു ന്യൂ മൂൺ. അടുത്ത 30ാമത്തെ ചോദ്യം എന്താണ്, വൃദ്ധിക്ഷയം.
അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വൃദ്ധിക്ഷയം എന്നാൽ എന്താണ്? വാക്സിങ് ആൻഡ് വാർണിംഗ് ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂവിങ് ദ ഇലൂമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻസ് ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ് അറൗണ്ട് ദ എർത്ത്. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം. ഇത് തന്നെ നിഴൽ. ഇന്നലെ ഞാൻ പഠിപ്പിച്ചപ്പം ഒരു കുട്ടി കമൻറ്റ് പറഞ്ഞിട്ട് ടീച്ചർ പിടിച്ച പേനയ്ക്ക് വരെ നിഴൽ എന്ന് വെച്ചാൽ പ്രകാശം പ്രകാശം. അപ്പം നിങ്ങൾക്ക് ഊഹിക്കുക ഏത് വശത്തായിട്ടാണ് പ്രകാശം? ഇവിടെയാണല്ലേ. അതുകൊണ്ട് ഇവിടെ പ്രകാശമാകുമ്പോൾ അതിൻ്റെ നിഴൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. എൻ്റെ വിരൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം പ്രകാശം ഏത് വശത്താണ് കേട്ടോ. അപ്പോൾ നോക്കിയേ ഭൂമിയെ അപ്പോൾ നമുക്ക് വൃദ്ധിക്ഷയം എന്നാണ് പഠിച്ചത്. ഓക്കെ ആണോ നിങ്ങളെ? നോക്കിയേ ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അമാവാസി മുതൽ പൗർണമി വരെയും പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രന്റെ പരിക്രമണം കണ്ട് ചിത്രങ്ങളിലായി നൽകിയിരിക്കുന്നു. രണ്ട് ചിത്രങ്ങളും ഒരുപോലെയാണോ? നോക്കുക, രണ്ട് ചിത്രങ്ങളും ഒരുപോലെയാണോ? രണ്ട് ചിത്രങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് ചിത്രത്തിലാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്? കണ്ട ചോദ്യം കണ്ടോ നിങ്ങളെ? ആ ചോദ്യം നല്ലതുപോലെ ഒന്ന് നോക്കണേ. ഇവിടെ ഏത് ഭാഗമാണ് ഇവിടെ കാണുന്നത്? നിഴൽ ഭാഗം പൂർണ്ണമായും ഓക്കെ. ഏത് ചിത്രത്തിലാണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണപ്പെടുന്നത്? ചിത്രം എയിലാണെന്നാണ് പറയുന്നത്. ചിത്രം എ ആണ് കേട്ടോ. നിങ്ങൾ അതങ്ങ് എഴുതണേ. ചിത്രം എയിലാണ്. ഇനി ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാവം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നത്? അത് ചിത്രം ബിയുമാണ് കേട്ടോ. ഇത് എ ബി എന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ. എയും ബിയും. പിന്നെ സമാധാനത്തെ നിങ്ങളത് നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. അടുത്ത എന്താണ് വൃത്തിക്ഷയം? അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും വൃത്തിക്ഷയം ഒക്കെ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇതിൽ ബോക്സിൽ നല്ലപോലെ കൊടുത്തുകൊണ്ട് ഞാൻ എഴുതിയില്ല. ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം എന്ന് പറയുന്ന ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ബോക്സ് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അതായത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് ISROയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ISRO ഗവൺമെൻറ് ഇൻ ഇന്ത്യ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ ബോക്സിനകത്തിൽ എന്തോ കൊടുത്തതെന്ന് അറിയാമല്ലോ. ഇനി ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലെ അമാവാസിയെക്കുറിച്ചൊക്കെയാണ്. അത് നിങ്ങൾ ആ കലണ്ടർ നോക്കി എഴുതാനാണ് കേട്ടോ. കലണ്ടറിലെ പൗർണമി രേഖപ്പെടുത്തിയ തീയതി ഇതിനകത്തിൽ ചെറുതായിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ബുക്കിൽ വലുതായിട്ടാണോ നിങ്ങൾ കൊടുത്തത്? കലണ്ടറിൽ ചന്ദ്രൻ്റെ അമാവാസി ദിനവും പൗർണമി ദിനവും ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് കേട്ടോ. കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ തീയതി ഏതാ? മെയ് 5 അല്ലേ? മെയ് 5-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ അമാവാസിയോ മെയ് 19-നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മെയ് 19-ാം തീയതിയാണ് കേട്ടോ. അത് എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങളെ. മെയ് 5 ഇത് മെയ് 19 പിന്നെ പൗർണമിയിൽ നിന്ന് അമാവാസിയിൽ എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം, പൗർണമിയിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയക്കാരും അത് എഴുതണേ. പൗർണമിയിൽ നിന്നും അമാവാസിയിൽ എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 കേട്ടോ. ഇത് മെയ് ആണ്. മെയ് 5, മെയ് 19. ഓക്കെ. പിന്നെ 2023 ജൂണിലെ തന്നെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ ഇതുപോലെ നോക്കി എഴുതണേ. അമാവാസി മുതൽ അമാവാസി വരെ എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതെ, ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365.25 ദിവസം വേണം. ചന്ദ്രൻ
ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യനും ചുറ്റി പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ 23½ ദിവസങ്ങൾ വരുന്നത്. കലണ്ടറിൽ തുടർന്നുള്ള മാസങ്ങൾ കൂടി പരിശോധിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണോ എന്ന് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെസ്റ്റിൽ പറഞ്ഞത്. ഈ അമാവാസി മുതൽ അമാവാസി വരെ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ അത് ഭൂമിക്ക് ഒരു തവണ അത് ഇത് തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ടെസ്റ്റിൽ ഞാൻ എഴുതിയായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ടെസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അമാവാസി മുതൽ അമാവാസി വരെ 30 ദിവസം എടുക്കാനുള്ള കാരണം എന്താണ്? 365 ഭൂമിക്ക് ഒരു തവണ, ഇത് നല്ലതുപോലെ ഇംഗ്ലീഷ് മീഡിയക്കാർ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ 365 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രന് മൊത്തം സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രൻ അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ 23½ ദിവസങ്ങൾ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെറ്റസസ് നോക്കി വിലയിരുത്താം. ചിത്രം നോക്കൂ. ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെ പരിക്രമണ പാതയെ പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. ഒന്നാമത്തെ ഏതാണ്? ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ഏതാണ്? ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർ അതായത് ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻസ് ഓഫ് ദ ലൂണാർ എക്ലിപ്സ് കാണുന്നുണ്ടോ? ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ ലൂണാർ എക്ലിപ്സ് ഇവിടെ എഴുതണേ നിങ്ങളത്. നിങ്ങളോട് ടെസ്റ്റിലെ ഇവിടെ ബി ആണ് കേട്ടോ, ബി. ഇതിനകത്ത് നിന്ന് ഇവിടെ കുഞ്ഞ് ചെറുതായിട്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങ് കാണിക്കുന്നുണ്ട് ബി, അല്ലെങ്കിൽ ഈ പടം നമുക്ക് കുഞ്ഞതായിപ്പോയി. നോക്കൂ കുഞ്ഞുങ്ങളെ, ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ചന്ദ്രഗ്രഹണം, ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ ലൂണാർ എക്ലിപ്സ് ബി ആണ്. ദ പൊസിഷൻ ഓഫ് ദ കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സോ, ചന്ദ്രഗ്രഹണം പൂർണ്ണമായിട്ട് മാറുന്നത് സിയിലാണ്. സി ഇത് ചന്ദ്രഗ്രഹണം സി, ബി. ഇതൊക്കെ നോക്കിയാണെ ബിയും സിയും ഒക്കെ ഏതാണ്? ചന്ദ്രഗ്രഹണം അഥവാ ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഡിയുമായിരിക്കും. ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം, ദ പൊസിഷൻസ് വേർ ദ ലൂണാർ എക്ലിപ്സ് എൻഡ് ചെയ്യുന്നത് ഡി. ഡി, സി, ബി, സി, ഡി. കണ്ടോ? ഇത് 2 എണ്ണമാണ്. നോക്കണേ കേട്ടോ. അടുത്ത ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടികയിൽ ഉചിതമായ രീതിയിൽ വരച്ചു നോക്കുക എന്നാ. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഡിയിലാണെങ്കിൽ എന്തായിരിക്കും? അമാവാസി ആയിരിക്കും. അത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ ഈ ആണെങ്കിൽ അർദ്ധചന്ദ്രനായിരിക്കും കേട്ടോ. ഈയിലാണെങ്കിൽ ദണ്ട കൊടുത്തേക്കുന്നുണ്ട്, പടത്തിൽ തന്നെ ഉണ്ട്. ഈ എന്താ നിങ്ങളെ അർദ്ധചന്ദ്രനാണ് കേട്ടോ. എന്താ പറയുന്നത്? നമ്മൾ മുമ്പ് പഠിച്ച ഹാഫ് മൂൺ ആയിരിക്കും അല്ലേ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ്, ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ, എഫ് താണ്ടേ ഓരോന്ന് ഓർത്തോണേ, ഡി താണ്ടേ ക്വസ്റ്റ്യൻ നോക്കണേ നിങ്ങളെ, ഡി ഇ എഫ് ആണ് അല്ലേ. എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ അമാവാസി ആയിരിക്കും കേട്ടോ. എന്താ നിങ്ങളെ അമാവാസി എന്ന് വെച്ചാൽ എന്താ? പൗർണമി ആയിരിക്കും. എന്താണ്? എഫ് പൗർണമി. നിങ്ങളത് ഫില്ല് കറക്റ്റായിട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പം നമ്മൾ ഇതിനകത്തിലെ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. ഫുൾ നോട്ടും ഇതിനകത്തിലുണ്ട് കേട്ടോ. എന്തായാലും കമൻറ്റ് ബോക്സിൽ മനസ്സിലായാലും ഇല്ലെങ്കിലും പറയണം. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു.